ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഞാനൊരു സീരീസ് ഓവറാണ്. കൊറോണ ടൈമിലൊക്കെയായിരുന്നു ഫസ്റ്റ് സീരീസ് കാണാൻ തുടങ്ങിയത്. മണി ഹെസ്റ്റൊക്കെയായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് സീരീസ്. അപ്പോൾ അതുതൊട്ട് ടിൽ യെസ്റ്റർഡേ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു എപ്പിസോഡെങ്കിലും കാണാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ആക്ച്വലി വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് ഒരു രാത്രി എന്തെങ്കിലും ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യാമല്ലോ. മീൻസ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ വർക്ക് ചെയ്തിട്ട് വൈകുന്നേരം എന്തെങ്കിലും നമ്മൾ എൻഗേജ് ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ നമുക്കൊന്ന് കാത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ കണ്ട സീരീസിൽ വെച്ചിട്ട് ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളതും എന്നാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സീരീസ് ഞാൻ പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സീരീസാണ് ദ മെൻ്റലിസ്റ്റ്. മെൻ്റലിസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെർലോക്ക് ഹോംസ് പോലുള്ള സീരീസ് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഷെർലോക്ക് ഹോംസിനെ ഇഷ്ടപ്പെടുന്ന, ക്രൈം ഇൻവെസ്റ്റിഗേഷനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സീരീസാണ് ദ മെൻ്റലിസ്റ്റ്. 151 എപ്പിസോഡുള്ള, ഏകദേശം ഒരു എപ്പിസോഡും ഒരു 45 മിനിറ്റോളം ഡ്യൂറേഷൻ വരുന്ന ഒരു ലോങ് സീരീസാണ്. അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ഒരു സീരീസാണ് നമ്മുടെ മെൻ്റലിസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള പാട്രിക് ജെയിൻ, അദ്ദേഹം കാലിഫോർണിയ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിൽ ഒരു ക്രിമിനൽ കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ആളുടെ ഒരു ഹൈ ഒബ്സർവേഷൻ സ്കില്ല് അതുപയോഗിച്ചിട്ട് ഓരോ കേസുകളും സോൾവ് ചെയ്യുന്നതാണ് ത്രൂ ഔട്ട് നമുക്ക് ഈ സീരീസിൽ കാണാൻ പറ്റുന്നത്. ഓരോ എപ്പിസോഡുകളും ഓരോ കേസ് സോൾവ് ചെയ്യുന്നതാണ്. പക്ഷേ ത്രൂ ഔട്ടായിട്ട് ഇതിലെ ഒരു മെയിൻ വില്ലൻ എന്ന് പറയുന്നത് റെഡ് ജോൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. പാട്രിക് ജെയിൻ എപ്പോഴും റെഡ് ജോൺ കേസുകൾ വരുന്ന സമയത്ത് ഭയങ്കര ഒബ്സസ്ഡ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ മോട്ടീവ് എന്താണെന്നുള്ളത് ഫസ്റ്റ് എപ്പിസോഡിൽ അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിലെ ഒത്തിരി ഹ്യൂമർ എലമെൻറ്റ്സ് ഉണ്ട്. അത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് അല്ല, മെയിനായിട്ട് നമ്മൾ ഇത്രയും ലെങ്ത് ഉള്ള സീരീസ് അല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ പല ക്യാരക്ടേഴ്സുമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി നമ്മളിതുമായിട്ട് അറ്റാച്ച്ഡ് ആവും എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇത്രയും എപ്പിസോഡ്സ് ഉണ്ട്. അതുപോലെ ഓരോ എപ്പിസോഡും ഓരോ കേസ് സോൾവ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ എപ്പിസോഡും അത്ര എൻഗേജിങ് ആവണമെന്നില്ല. 1-2 എപ്പിസോഡ് ചിലപ്പോൾ ലാഗായിരിക്കാം, ചിലവർക്ക് തോന്നിയിട്ടുണ്ടാവും, ലാഗായിട്ട് തോന്നാം. ഓക്കെ, പിന്നെ അതുപോലെ നിങ്ങൾ ഇത്തരത്തിലൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ജെമ്മാണ് ഈ ഒരു ദ മെൻ്റലിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സീരീസ് കണ്ട് കഴിയുമ്പോൾ നമ്മൾ അവരുമായിട്ട്, ആ ക്യാരക്ടേഴ്സുമായിട്ട് നമ്മൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആവും. ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ കാണുമ്പോഴാണ് എനിക്ക് അത്രയും നമ്മൾ അയ്യോ തീരല്ലേ എന്ന് പറഞ്ഞിട്ടിരിക്കും, അതുപോലെ ഫീൽ ചെയ്തിട്ടുള്ളൊരു സീരീസാണ് മെൻ്റലിസ്റ്റ്. അപ്പോൾ അത്രയും നല്ലൊരു, എനിക്ക് പേഴ്സണലി ഞാനൊരു 8 ഔട്ട് ഓഫ് 10 കൊടുക്കുന്ന ഒരു സീരീസാണ്. പിന്നെ അതുപോലെ ഇതിനെപ്പറ്റി വേറെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ എന്നോട് പറയാണ് എല്ലാ മാച്ചുകളാണ് നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ മാച്ചുകളാണ്, ആദ്യം തൊട്ട് നമുക്ക് കാണാം. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ഓർമ്മയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് റീവാച്ച് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കൂട്ടം സീരീസിലെ ഒരു സീരീസായിരിക്കും ദ മെൻ്റലിസ്റ്റ്. അപ്പോൾ നിങ്ങൾ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പോലുള്ള സീരീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ദ മെൻ്റലിസ്റ്റ്. ഇപ്പോൾ മെൻ്റലിസ്റ്റ് നെറ്റ്ഫ്ലിക്സിലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് മെൻ്റലിസ്റ്റിനെ പറ്റി പറയാനുള്ളത്. സൂപ്പർ സീരീസാണ്. സോ പ്ലീസ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. താങ്ക് യു.